ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പം ഞാൻ ഓർത്തെന്നാ ഇന്നൊരു ബിരിയാണി ഉണ്ടാക്കാമല്ലോ എന്ന് ഓർത്താണ്. നമുക്ക് ചിക്കൻ വറുത്ത് ഒരു ബിരിയാണി ഉണ്ടാക്കാം. കോഴി വറുത്തത് വെച്ച് ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്, എൻ്റെതായ സ്റ്റൈലിൽ ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കുമല്ലോ ഉണ്ടാക്കുന്നത്. നമ്മൾ 4-5 വെറൈറ്റി ഉണ്ടാക്കും. പക്ഷേ എനിക്ക് കോഴി വറുത്ത് എങ്ങനെയാണ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഞാനിന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഇതിലേക്ക് 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. സ്കിൻ ഔട്ടാണ്. ഇവിടെ സ്കിന്ന് ഇരുന്നാൽ ആരും കഴിക്കത്തില്ല. സ്കിൻ ഔട്ടാണ്. നമുക്ക് അതിനകത്തോട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് മുളക് പൊടി. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1 മതി. ഇപ്പം എൻ്റെ കാശ്മീരി ചില്ലിയാണ്, അതുകൊണ്ട് ഞാനൊരു 1.5 സ്പൂണ് മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഞാൻ 1 സ്പൂണ് ഉപ്പിടുന്നുണ്ട്. പിന്നെ 1 സ്പൂണ് നാരങ്ങ നീര്, പിന്നെ മഞ്ഞൾപ്പൊടി, നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ അല്ലെ 1 മണിക്കൂർ നമുക്ക് സമയമുള്ളതനുസരിച്ച് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാമേ. ഇപ്പോൾ ഫ്രഷായ ചിക്കൻ ഞാൻ കടയിൽ പോയി മേടിച്ചുകൊണ്ട് വന്നതാണ്. പിള്ളേർ എണീറ്റില്ല, നല്ല ഉറക്കം. മുളക് പൊടിയൊക്കെ ഏറെ ഇടരുത്, ഒത്തിരി മുളക് പൊടി വറക്കാനിടരുത്. നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം ഇട്ടേച്ചാൽ മതി. നമുക്കിത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടുത്തതായി വേണ്ടത് നമുക്ക് സവാളയാണ്. ഞാനൊരു 4 സവാള നീളത്തിൽ കനം കുറഞ്ഞ് പൊടിയായി അരിഞ്ഞതാണിത്. പൊടിയായി അരിഞ്ഞ് നമുക്കിത് വറുത്തെടുക്കണം, എണ്ണയിൽ വറുത്തെടുക്കണം. ഇത് നമുക്കൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. അടുത്തത് നമുക്ക് വേണ്ടിയത് പച്ചമുളക്. നമ്മൾ എരിവിന് ഇവിടെ പച്ചമുളകാണ് ചേർക്കുന്നത്. എരിവൊക്കെ അവരവരുടെ ആവശ്യത്തിന് ചേർക്കാം. ഞാനിവിടെ ഒരു 7 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് ആവശ്യമായത്. വെളുത്തുള്ളിയേക്കാൾ കുറച്ച് മതി ഇഞ്ചി. ഞാനിത് അരയ്ക്കേണ്ട സൗകര്യത്തിന് ചെറുതായി കട്ട് ചെയ്താണ്. ഇത് നമ്മൾ പേസ്റ്റ് ആക്കി എടുക്കേണ്ട, ഇത് ചതച്ചെടുക്കണം. അടുത്തതായി വേണ്ടത് തക്കാളിയാണ്. ഞാൻ 2 തക്കാളി, നല്ലപോലെ പഴുത്ത തക്കാളി ചെറുതായി അരിഞ്ഞ് കട്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടിയത് മല്ലിയിലയും പുതിന ഇലയുമാണ്. അത് രണ്ടും ഞാൻ നന്നായിട്ട് കഴുകി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് 2. പിന്നെ നമുക്കിതിലേക്ക് തൈര് വേണം, അതുപോലെ തന്നെ നാരങ്ങ നീരും വേണം. ഞാനിവിടെ ഇട്ടൊരു ഫ്രൈയിങ് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് ഉള്ളിയിട്ട് വഴറ്റിയെടുക്കാം, വറുത്തെടുക്കാം. നമുക്ക് 1 പ്രാവശ്യം വേണം വറുക്കാൻ, 2 പ്രാവശ്യമായിട്ട് ഇടാം. ഞാനിപ്പോൾ ഇത് വലിയ പാനും എണ്ണ നിറയെ ഒഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ 2 പ്രാവശ്യമായിട്ട് ഇടുന്നില്ല, 1 പ്രാവശ്യമായിട്ട് തന്നെ അങ്ങിടുകയാണ്. ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് വറുത്തെടുക്കാം. നമ്മുടെ ഉള്ളിയെല്ലാം ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്, നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാമേ. ഒരുമാതിരി ഒന്ന് കളർ മാറി കഴിയുമ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇടണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇതങ്ങ് കരിഞ്ഞു പോവുക. ഇപ്പോൾ ഇതിവിടെ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാം ഒരേ വലിപ്പത്തിൽ അരിയണം, ഇല്ലെന്നുണ്ടെങ്കിൽ കനം കുറഞ്ഞതങ്ങ് പെട്ടെന്ന് മൂക്കും, കനം കൂടിയത് മൂക്കാതെ ഇരിക്കും. അപ്പോൾ ഇതിവിടെ ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാമേ. പരിപ്പിട്ട് കൊടുക്കുക, അത് ഓപ്ഷനിലാണ്, അവരവരുടെ ഇഷ്ടം. ചേർക്കുന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ വേണ്ട. ഞാനിപ്പോൾ ഇവിടെ ഇച്ചിരി ചേർക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പൊന്ന് മൂത്ത് വന്നിട്ട് നമുക്ക് ഒരുമാതിരി ഒന്ന് കളർ മാറിയിട്ട് നമുക്ക് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായതായതുകൊണ്ട് നമ്മളൊന്ന് ഫ്ലെയിം സിമ്മിൽ. ഇത് 2 ഇവിടെ ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം.
അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ഇതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കോഴി പൊരിച്ചെടുക്കാം. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച കോഴി നമുക്ക് പൊരിച്ചെടുക്കാം. ഒത്തിരി വലിയ പീസാക്കരുത്, വലിയ പീസാക്കിയ വേകാൻ പാടാം. കോഴിയുടെ കാൽ അങ്ങനെ കാടാന്ന് പറഞ്ഞ് അവൻ തന്നേയില്ല. ഇങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്താൽ തന്നത്. 2 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ വറുത്ത് വന്നിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ബാലൻസ് ഇരിക്കുന്ന ചിക്കൻ ഇതുപോലെ നമുക്ക് വറുത്തെടുക്കാം. നമുക്കിനി ബിരിയാണിക്ക് ആവശ്യമായ റൈസ് എടുക്കാം. ഞാനിവിടെ ജീരകശാല റൈസാണ് എടുത്തിരിക്കുന്നത്. തീരെ ചെറിയ റൈസ്. ഇതാണ് നമുക്ക് ടേസ്റ്റ്. ഇവിടെ നീളമുള്ള റൈസ് വരത്തില്ല, ബാസ്മതി റൈസ്. അതെടുത്താലൊന്നും എൻ്റെ കൊച്ചിന് അത്ര പിടിക്കത്തില്ല. അവൻ പറയും ഇതാ മമ്മി ടേസ്റ്റ്, ഇത് മതിയെന്ന് പറയും. അതുകൊണ്ട് ഇതാണ് ഇന്ന് എടുത്തേക്കുന്നത്. ഇത് നമുക്കൊന്ന് കഴുകിയിട്ട് ഒരു അരമണിക്കൂർ നമുക്കൊന്ന് ഊറ വയ്ക്കാം, വെള്ളത്തിനകത്ത് കുതിർത്തെടുക്കാമേ. അടുത്തതായി നമുക്ക് മസാല തയ്യാറാക്കാമേ. അതിനായിട്ട് ഞാനിവിടെ പാൻ വെച്ച് എണ്ണ ചൂടായിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാമേ. ആ പച്ചമണമൊക്കെ പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ വറുത്ത എണ്ണ ഉണ്ടായിരുന്നു. അതാകുമ്പോൾ നമുക്ക് ടേസ്റ്റ് ഒന്നും കൂടെ കൂടും. ആ മസാലയൊക്കെ ഉണ്ടല്ലോ, അത് കാരണം. നന്നായിട്ടൊരു 2 മിനിറ്റ് ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. നന്നായി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. ചെറുതായി അരിഞ്ഞ തക്കാളി അതും ഒന്ന് നന്നായി വെന്തുടയണം. നമ്മളൊന്ന് ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ചൊന്ന് വേവിക്കാം. മീഡിയം ഫ്ലെയിമിൽ വെക്കാം. അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ തക്കാളിയൊക്കെ വെന്തോന്ന് നോക്കാറുണ്ട്. വെന്ത് വന്നിട്ടുണ്ട്. തക്കാളിയെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഇവിടെ ഉടഞ്ഞില്ലെങ്കിൽ നമുക്ക് ഇങ്ങനൊന്ന് ഉടച്ചു കൊടുക്കാം. സ്പൂണ് വെച്ചൊന്നുകൂടെ ഒന്ന് ഉടച്ചു കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ഇതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില അത് ശരിയായി ഇട്ട് കൊടുക്കാം. അരക്കപ്പോളം ഇട്ടിട്ടുണ്ട്. പുതിന ഇല ഇതും ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നമ്മുടെ ഉള്ളി വറുത്തതുണ്ടായിരുന്നില്ല, അത് നമുക്കൊന്ന് പൊടിച്ച് ഇങ്ങനെ ഒന്ന് പൊടിച്ച് ചേർക്കാം. ഞാൻ ഫുള്ള് എടുത്തിട്ടില്ല, കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഒന്ന് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നമ്മുടെ ചിക്കൻ ഇവിടെ ചേർത്തിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്യാം.
ഇനി ഇതിനകത്തോട്ട് നമുക്കൊരു 1.5 സ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നമുക്ക് ഒത്തിരി അങ്ങ് കുത്തി ഇളക്കരുത്. ദേ ഇങ്ങനെയാണ്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഒരു 2 സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കാമേ. ഇത് നന്നായി ഒന്ന് ഇളക്കാം. നമ്മൾ ഇതുവരെ ഇതിന് ഉപ്പിട്ടില്ലായിരുന്നു. ഇറച്ചിക്ക് ഓൾറെഡി നമ്മൾ ചിക്കന് ഉപ്പിട്ട് വറുത്തതായിരുന്നു. പിന്നെ നമ്മൾ ഉപ്പിട്ടില്ല. ഇപ്പം നമ്മുടെ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് മതിയേ. അതും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് 1 സ്പൂണ് നാരങ്ങാ നീരും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഒത്തിരി പുളിയുള്ള തൈരാണോ എന്ന് നോക്കണം. പുളി കൂടുതലുണ്ടെങ്കിൽ നാരങ്ങാ നീര് കുറച്ച് മതി. എൻ്റെ തൈരിന് ഇവിടെ പുളിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാനൊരു ചെറിയ സ്പൂണാണ് 2 സ്പൂണ് നാരങ്ങാ നീര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് നന്നായി ഒന്ന് ഇളക്കിയിട്ട് 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം. മീഡിയം ഫ്ലെയിമിലാണ് മതിയേ. അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനൊന്ന് തുറന്ന് നോക്കി. നമ്മുടെ ചിക്കൻ മസാലയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബിരിയാണി മസാലയെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിവിടെ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അടച്ച് ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാമേ. റൈസ് തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടായിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ടൊരു 4 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാമേ. കൂടെ നമുക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. മൊത്തത്തിൽ ഒരു 6 സ്പൂൺ ആയിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് കറുവപ്പട്ട ഇട്ട് കൊടുക്കാം. 2 പട്ട, ഒരു 4-5 ഏലയ്ക്ക, ഒരു 5 ഏലയ്ക്ക, 4-5 കരയാമ്പൂ, ഒരു ബേ ലീഫ്. ഇത് നന്നായിട്ടൊന്ന് ചൂടാകട്ടെ. ഇതിലേക്ക് നമുക്ക് അരി വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ 4 കപ്പ് അരിയാണ് എടുത്തേക്കുന്നത്. 4 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളമേ. 1 കപ്പിന് 1.25 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ നമുക്ക് 6 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. റൈസ് വേകാൻ ആവശ്യമായ ഉപ്പ്. ഇത് നന്നായി ഒന്ന് തിളയ്ക്കട്ടെ. അങ്ങനെ നമ്മുടെ വെള്ളം ഇവിടെ തിളയ്ക്കുന്നുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ കുതിർത്ത് വെച്ച അരി ഇട്ട് കൊടുക്കുക. ഒരു ശകലം പോലും വെള്ളം ഇതിനകത്ത് കാണരുത്. അപ്പോൾ വെള്ളം എക്സസ് ആകത്തില്ലേ, എക്സ്ട്രാ ആകും. അതുകൊണ്ടാണ്. നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് അടച്ച് വെച്ച് നല്ലപോലെ ഒന്ന് തിളയ്ക്കട്ടെ. ഒരു 7 മിനിറ്റ് മതി നമുക്ക് ഈ ചോറ് വെന്ത് വരാനായിട്ട്. നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അങ്ങനെ 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ റൈസ് ഒന്ന് തുറന്ന് നോക്കാം.
നമ്മുടെ റൈസ് ഇവിടെ ആയിട്ടുണ്ട്. ഇതാ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഒത്തിരി ഇട്ടൊന്ന് കുത്തിപ്പൊടിക്കൊന്നും വേണ്ട. നമുക്കിവിടെ സ്റ്റവ് ഓഫ് ചെയ്യാമേ. നമുക്കിനി ഇത് ദം ചെയ്യാനൊന്ന് റെഡിയാക്കാമേ. ഞാൻ ഈ പാത്രത്തിൽ നിന്ന് കുറേ ചോറ് ഇങ്ങ് മാറ്റി എടുത്തിട്ട് ഇങ്ങോട്ട് ഇടുകയാണ്. അപ്പം നമുക്ക് അടിയിലിരിക്കുന്ന ചോറ് മേളിൽ വരും, മേളിൽ ഇരുന്ന ചോറ് അടിയിലും വരുവേ. ആ രീതിയിൽ ഇതിനകത്തോട്ട് നമുക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാമേ. അപ്പം ഞാൻ രണ്ടായിട്ടാണ് ഇടുന്നത്, ഒന്നിച്ചിടുന്നില്ല. ഇച്ചിരി റൈസ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഞാൻ ഇച്ചിരി പാലും മഞ്ഞപ്പൊടിയും കൂടെ കലക്കി, മഞ്ഞപ്പൊടിയല്ല മഞ്ഞ കളറ്, അതും കൂടെ കലക്കിയതാണ്. ഒരു കളറിന് വേണ്ടിയേ, ജസ്റ്റ് ഒരു കളറ്. ബിരിയാണി ആയാൽ നമുക്കൊരു ഇച്ചിരി കളർഫുള്ളായിട്ട് വേണ്ട. അത് കഴിഞ്ഞിട്ട് നമുക്ക് വറുത്ത് വെച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങായി ഇട്ട് കൊടുക്കാവേ. അപ്പം നമുക്ക് ഒരു ലെയറായിട്ട് വേണമെങ്കിൽ ഒരു ലെയറായിട്ട് ചെയ്യാം, 2 ലെയറായിട്ട് വേണമെങ്കിൽ 2 ലെയറായിട്ട് ചെയ്യാം. പിന്നെ നമ്മൾ വറുത്ത് വെച്ച ഉള്ളി ഞാൻ ഇച്ചിരി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇച്ചിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിയില, പുതിന ഇല, പിന്നെ നമുക്കിതിനകത്തോട്ട് ഇച്ചിരി ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാമേ. ഇനി അതിൻ്റെ മുകളിലോട്ട് നമുക്ക് നമ്മുടെ മസാല ഇട്ട് കൊടുക്കാം, ചിക്കന്. പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കാം. അങ്ങനെ റൈസെല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇച്ചിരി ഗരം മസാല ഇട്ട് കൊടുക്കാമേ. ഇതാകുമ്പോൾ ഇച്ചിരി അങ്ങ് അടിയിൽ ചെല്ലും. മതി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കളർ ശകലം ഒഴിച്ചു കൊടുക്കാമേ. ഫുഡ് കളറാണ് ഞാൻ ചേർത്തത്. ഇളക്കുമ്പോൾ നല്ലൊരു കളർ കിട്ടും നമുക്ക് ചോറിന്, അതിന് വേണ്ടിയാണ് കേട്ടോ. പിന്നെ നമുക്ക് മല്ലിയില വിതറി കൊടുക്കാം, പുതിന ഇല വിതറി കൊടുക്കാം. നമ്മുടെ വറുത്ത് വച്ചിരിക്കുന്ന ഉള്ളിയെ ഇവിടെ മുന്തിരിപ്പരിപ്പും കശുവണ്ടി മുന്തിരിപ്പരിപ്പും നമുക്ക് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ദം കൊടുക്കാം. വറുത്ത കോഴീൻ്റെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അടിപൊളിയായിട്ടുണ്ട്. മണം തന്നെ എന്തൊരു മണമാണെന്നറിയാവോ. നോക്കിക്കേ കൂട്ടുകാർ, എൻ്റെ മോൻ്റെ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കൂടിയാണ് കഴിക്കുന്നത് ഇത്. അപ്പം നമുക്കിത് ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. എങ്ങനെയാണെന്ന് നോക്കാം. ഞാനൊരു ഷേപ്പിന് വേണ്ടി ഇതെടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ടെടുത്ത് നമുക്കിട്ട് കൊടുക്കാമേ.
കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ ബൈ.